ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിനിയുള്ളത് +2 ഹിസ്റ്ററി പബ്ലിക് എക്സാമാണ്. +2 ഹിസ്റ്ററി പബ്ലിക് എക്സാമിന് ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ട് പോകുന്ന ടോപ്പിക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ ടോപ്പിക്ക് കൃത്യമായി പഠിച്ചാൽ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല വൃത്തിക്ക് എഴുതാൻ പറ്റും. ടോപ്പിക്കാണ് നമ്മൾ അത് നല്ല വൃത്തിക്ക് ആക്കേണ്ടത്. അപ്പോൾ തന്നെ അതിൻ്റെ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. അപ്പം നമുക്ക് 15 ചാപ്റ്റേഴ്സ് ഉണ്ട് ഹിസ്റ്ററിയിൽ. ചാപ്റ്ററിൻ്റെ പേര് ബ്രിക്സ്, ബീഡ്സ് ആൻഡ് ബോൺസ്, ഇഷ്ടികകൾ, കൽമണികൾ, അസ്ഥികൾ എന്നാണ്. ഇത് 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻസ് തന്നെ കൊടുത്ത് പഠിക്കണം. ഇവിടെ 8 മാർക്കിന് വരാൻ ചാൻസുള്ള ഒരു ക്വസ്റ്റ്യനാണ് മോഹൻജൊദാരോ എ പ്ലാൻഡ് അർബൻ സെൻറ്റർ. മോഹൻജൊദാരോ ഒരു ആസൂത്രിത നഗര കേന്ദ്രം. ഇങ്ങനെ ഒരു 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ വന്നാൽ മോഹൻജൊദാരോയെക്കുറിച്ച് എഴുതാൻ ചോദിച്ചാൽ നമ്മൾ അവിടെ എഴുതി ചേർക്കേണ്ട ഭാഗങ്ങളാണ്. കോട്ടയെക്കുറിച്ച് എഴുതണം, അതായത് സിറ്റാഡൽ. അതേപോലെ തന്നെ കീഴ്പട്ടണം, ലോവർ ടൗൺ, ഇതിനൊക്കെ കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം, അഴുക്കുചാൽ സംവിധാനത്തെക്കുറിച്ച് എഴുതണം. പിന്നെന്താ, ഗൃഹനിർമ്മാണ വാസ്തുവിദ്യ, ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ. പിന്നെ എന്താണ്, വലിയ കുളിപ്പുര, ഗ്രേറ്റ് ബാത്ത്, ഇതിനൊക്കെ കുറിച്ച് എഴുതിയാലാണ് നമുക്ക് 8 മാർക്കിന് എസ്എ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ മോഹൻജൊദാരോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഭാഗം അസംസ്കൃത വസ്തു ശേഖരണ തന്ത്രങ്ങൾ, സ്ട്രാറ്റജീസ് ഫോർ പ്രൊക്യൂറിങ് മെറ്റീരിയൽസ്. അതായത് എങ്ങനെയാണ് ഹാരപ്പൻ ജനത അസംസ്കൃത വസ്തുക്കൾ ശേഖരിച്ചിരുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു 5 മാർക്കിനും 4 മാർക്കിനൊക്കെ വരാൻ ചാൻസുള്ളൊരു ടോപ്പിക്കാണ്. അത് നല്ലപോലെ തന്നെ നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇതാ ഹാരപ്പൻ ലിപിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാരപ്പൻ സ്ക്രിപ്റ്റ് 4 മാർക്കിനും 5 മാർക്കിനും ഹാരപ്പൻ ലിപിയുടെ സവിശേഷതകൾ ചോദിക്കാറുണ്ട് ഹാരപ്പൻ സ്ക്രിപ്റ്റിനെ കുറിച്ച്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ 5 മാർക്കിൻ്റെ വേറൊരു ക്വസ്റ്റ്യനാണ് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയുടെ കാരണങ്ങൾ, അതായത് എൻഡ് ഓഫ് ദ സിവിലൈസേഷൻ എന്ന് പറയുന്ന ഭാഗം. അവിടെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണങ്ങൾ 4 മാർക്കിനും 5 മാർക്കിനും ചോദിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ക്ലാസിഫയിങ് ഓഫ് ഫൈൻഡ്സ്, അതായത് കണ്ടെത്തിയ വസ്തുക്കളെ തരംതിരിക്കൽ. ഒരു പുരാവസ്തു ഗവേഷകർ എങ്ങനെയാണ് ഒരു കണ്ടെടുത്ത വസ്തുക്കളെ തരംതിരിച്ചെടുക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. അവിടുന്ന് പ്രീവിയസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്, നോക്കണം. ഇനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് നോക്കാം. സെക്കൻഡ് ചാപ്റ്ററിനും 8 മാർക്കിൻ്റെ വെയിറ്റേജ് ഇടയ്ക്ക് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് അതും നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ തന്നെയാണ്. ചാപ്റ്ററിന് പേര് കിങ്സ്, ഫാർമേഴ്സ് ആൻഡ് ടൗൺസ് എന്നാണ്. രാജാക്കന്മാർ, കൃഷിക്കാർ, പട്ടണങ്ങൾ എന്നാണ്. ഇവിടെ ആദ്യം നോക്കേണ്ടത് മഗധയെക്കുറിച്ചാണ്. മഹാജനപദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹാജനപദമാണ് മഗധ. മഗധ എന്തുകൊണ്ടാണ് ശക്തമായി മാറിയത് എന്ന് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. 5 മാർക്കിനോ 4 മാർക്കിനോ മഗധയെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പബ്ലിക് എക്സാമിന് നോക്കണം. പിന്നെ 8 മാർക്കിന് വരാൻ ചാൻസുള്ള വേറൊരു ഭാഗമാണ് മൗര്യ സാമ്രാജ്യത്തിലെ ഭരണ സമ്പ്രദായം, അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ മൗര്യ എംപയർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ എന്തൊക്കെയാണ് മൗര്യ ഭരണ സംവിധാനങ്ങൾ എന്നാണ് പറയുന്നത്. അത് 8 മാർക്കിന് ചോദിച്ച് കാണാറുള്ളതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതാ അശോകൻ്റെ ധർമ്മ തത്വങ്ങൾ, അശോകാസ് ധർമ്മ എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അത് 4 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാറുണ്ട്. അശോകൻ്റെ ധർമ്മം വിവരിക്കുക എന്ന് ചോദിക്കാറുണ്ട്. അത് ആ ഭാഗം പഠിച്ചിട്ടുണ്ടാവണം. അതേപോലെ തന്നെ 2 മാർക്കിന് ചോദിക്കാൻ ചാൻസുള്ള വേറൊരു ക്വസ്റ്റ്യനാണ് ദിവ്യരാജാക്കന്മാർ, ഡിവൈൻ കിങ്സ്. എന്താണ് ദിവ്യരാജാക്കന്മാർ, ഡിവൈൻ കിങ്സ് എന്ന് 2 മാർക്കിന് ചോദിക്കാറുണ്ട്. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്തായാലും എക്സാമിന് ഒട്ടുമില്ല എക്സാമിന് വരുന്നതുമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഇൻസ്ക്രിപ്ഷണൽ എവിഡൻസ്, കൊത്ത് ലിഖിതങ്ങളുടെ പരിമിതികൾ അല്ലെങ്കിൽ ശിലാശാസനം വഴി ലഭിക്കുന്ന തെളിവുകളുടെ പരിമിതികൾ എന്തൊക്കെയെന്ന് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് 3ാമത്തെ ചാപ്റ്ററാണ് ബന്ധുത്വം, ജാതി, വർഗം, കിങ്ഷിപ്പ്, കാസ്റ്റ് ആൻഡ് ക്ലാസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് എൻഡോഗാമി ആൻഡ് എക്സോഗാമി, വിവാഹ നിയമങ്ങൾ, റൂൾസ് ഓഫ് മാരേജ് എന്ന് പറയുന്ന ആ ഭാഗത്ത് എൻഡോഗമിയെക്കുറിച്ചും എക്സോഗമിയെക്കുറിച്ചും പറയുന്നുണ്ട്. സ്വഗണ വിവാഹവും അന്യഗണ വിവാഹവും. എക്സാമിന് രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം 2 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇതാ ശരിയായ ജോലി, ദ റൈറ്റ് ഒക്യുപ്പേഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ 4 വർണ്ണങ്ങളുണ്ടല്ലോ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്ന് പറയുന്നത്. ആ 4 വർണ്ണങ്ങളുടെ തൊഴിലെക്കുറിച്ച് പറയുന്നുണ്ട്. ആ 4 വർണ്ണങ്ങളുടെ തൊഴിൽ എന്തൊക്കെയാണെന്ന് എക്സാമിന് വിവരിക്കാൻ ചോദിക്കാറുണ്ട്, ഒരു 4 മാർക്കിനോ 5 മാർക്കിനൊക്കെ. അപ്പോൾ ആ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇതാ ഗ്രന്ഥങ്ങൾ എങ്ങനെ പഠന വിധേയമാക്കണം, അതായത് എങ്ങനെയാണ് ഹിസ്റ്റോറിയൻസ് ഒരു ബുക്ക് കൈ കിട്ടി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. എങ്ങനെയാണ് ഒരു ഗ്രന്ഥത്തെ പഠന വിധേയമാക്കുന്നത് ചരിത്രകാരന്മാർ. ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. 4 മാർക്കിനോ 5 മാർക്കിനോ വരുന്നതാണ് ആ ക്വസ്റ്റ്യൻസ്. അതും നോക്കിയിട്ടുണ്ടാവണം.
പിന്നെ ഇതാ മഹാഭാരതത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗമാണ് ഊർജ്ജസ്വല ഗ്രന്ഥം, എ ഡൈനാമിക് ടെസ്റ്റ്. എന്തുകൊണ്ടാണ് മഹാഭാരതത്തെ ഊർജ്ജസ്വല ഗ്രന്ഥം എന്ന് വിളിക്കുന്നത് എന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഒരു 3 മാർക്കിനോ 4 മാർക്കിനൊക്കെ വരുന്നതാണ്. എന്തുകൊണ്ടാണ് മഹാഭാരതം ഡൈനാമിക് ടെസ്റ്റ് എന്നറിയപ്പെടുന്നതെന്ന് ചോദിക്കാറുള്ളതാണ്. ഇനി നോക്കാനുള്ളത് 4ാമത്തെ പാഠമാണ്. 4ാമത്തെ പാഠത്തിൻ്റെ പേര് ചിന്തകർ, വിശ്വാസങ്ങൾ, നിർമ്മിതികൾ, തിങ്കേഴ്സ്, ബിലീഫ്സ് ആൻഡ് ബിൽഡിങ്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ആ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാ ഇവിടെ ജൈന മതത്തിൻ്റെ തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കണ്ടില്ലേ, ജൈനിസത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉണ്ടാവും. ജൈന മതത്തെക്കുറിച്ച് നമ്മളോട് മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജൈന മതത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എഴുതാൻ. അത് 3 മാർക്കിനോ 4 മാർക്കിനോ 5 മാർക്കിനോ വരെ വരാറുള്ളതാണ്. ജൈന മതത്തിൻ്റെ തത്വങ്ങൾ, ജൈനിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതാ ദ ടീച്ചിങ്സ് ഓഫ് ബുദ്ധൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് ചോദിക്കും. ബുദ്ധൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതായത് ബുദ്ധമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. ആര്യസത്യങ്ങളും അഷ്ടാംഗ മാർഗങ്ങളും പറയുന്നുണ്ട്. അവയൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. ബുദ്ധമതത്തിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് 4 മാർക്കിനോ 5 മാർക്കിനോ ചോദിക്കും. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഒരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് സ്ട്രക്ചർ ഓഫ് ദ സ്തൂപത്തിൻ്റെ ഘടനയെക്കുറിച്ചൊരു ചോദ്യം എന്തായാലും ഉണ്ടാവാറുണ്ട്. അത് 6 മാർക്കിനാണ് വരാറുള്ളത്. അപ്പോൾ ആ ഭാഗം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ ഇതാ മഹായാന ബുദ്ധമതത്തെക്കുറിച്ചും ഹീനയാന ബുദ്ധമതത്തെക്കുറിച്ചും പറയുന്നുണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിക്കാറുള്ളത്. അപ്പം ആ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ തന്നെ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 5ാമത്തെ ചാപ്റ്ററും ഒരു 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് വരുന്ന ഒരു ഐസി ട്രാവലേഴ്സ് എന്ന ചാപ്റ്ററിൻ്റെ പേര്. ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്, അൽ ബിറൂണിയെക്കുറിച്ചാണ് അല്ലേ. 3 സഞ്ചാരികളെ കുറിച്ചല്ലേ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. അതിൽ ആദ്യം അൽ ബിറൂണിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അൽ ബിറൂണിയെക്കുറിച്ച് 8 മാർക്കിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ വരും. അങ്ങനെ വന്നാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് അൽ ബിറൂണിയുടെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം എവിടെ ജനിച്ചു, എന്താണ് ചെയ്തിരുന്നത്, അതൊക്കെ എഴുതണം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുസ്തകമായ കിതാബുൽ ഹിന്ദിനെ കുറിച്ചും നമ്മൾ ചേർക്കണം. ചിലപ്പം കിതാബുൽ ഹിന്ദിനെ കുറിച്ച് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാം. 1 വേർഡായിട്ടോ അല്ലെങ്കിൽ 3 മാർക്കിനോ 4 മാർക്കിനോ പ്രത്യേകം കുറിപ്പ് എഴുതാനും ചോദിക്കാം. അതെ അൽ ബിറൂണിയെ കുറിച്ച് എസ്സേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ കിതാബുൽ ഹിന്ദിനെ കുറിച്ച് എഴുതണം. അതേപോലെ തന്നെ മനസ്സിനുള്ള തടസ്സങ്ങൾ മറികടക്കുന്നു, ഓവർകമ്മിങ് ദ ബാരിയേഴ്സ് ടു അണ്ടർസ്റ്റാൻഡിങ്. അത് ഇന്ത്യയിൽ അൽ ബിറൂണി നേരിട്ട തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവിടെ പറയുന്നത്. അതും നമ്മൾ എഴുതി ചേർക്കണം. അതേപോലെ തന്നെ അദ്ദേഹം ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റം, ആ ഭാഗവും ഇമ്പോർട്ടൻ്റ് ആണ്, അതും എഴുതാൻ ചേർക്കണം. 8 മാർക്കും ചോദിച്ചെങ്കിൽ. ഇനി ഇബിൻ ബത്തൂത്തയെക്കുറിച്ചാണ് പറയുന്നത്. ഇബിൻ ബത്തൂത്തയെക്കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചെല്ലാം തന്നെ എഴുതണം. ആദ്യകാല ആഗോള സഞ്ചാരിയാണ് അദ്ദേഹം ഇന്ത്യൻ നഗരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഇന്ത്യൻ സിറ്റീസിനെ കുറിച്ച്, ആ ഭാഗം നോക്കണം. പിന്നെ ഇതാ അദ്ദേഹം നാളികേരത്തെയും വെറ്റിലയും കുറിച്ച് പറയുന്നുണ്ട്, കോക്കനട്ട് ആൻഡ് ദ പാൻ എന്ന് പറയുന്ന ഭാഗം. ആ ഭാഗമൊക്കെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് പോവുക. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ സഞ്ചാരിയാണ് ഫ്രാങ്കോയിസ് ബർണിയറുടെ ജീവിതത്തെക്കുറിച്ച് നോക്കണം. അദ്ദേഹത്തിനെ കുറിച്ച് നോക്കുമ്പോൾ കിഴക്കും പടിഞ്ഞാറും ഒരു താരതമ്യം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, കമ്പയറിങ് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ആ ഭാഗം നോക്കണം. അതേപോലെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള പ്രശ്നം, ദ ക്വസ്റ്റ്യൻ ഓഫ് ലാൻഡ് ഓണർഷിപ്പ് എന്ന ഭാഗവും, ആ ഭാഗവും നോക്കിയിട്ട് പോവുക. 5ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അതിൻ്റെ പേര് ഭക്തി സൂഫി പാരമ്പര്യങ്ങൾ, ഭക്തി സൂഫി ട്രഡീഷൻസ് എന്നാണ്. ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ്, ആദ്യം പഠിക്കേണ്ടത് ആൾവാർമാരെക്കുറിച്ചും നായനാർമാരെക്കുറിച്ചും, ആൾവാർസ് ആൻഡ് നായനാർസ് ഓഫ് തമിഴ്നാട്. 4 മാർക്കിന് ചോദിക്കും ആൾവാർമാർ ആരായിരുന്നു, നായനാർമാർ ആരായിരുന്നു എന്ന് ചോദിക്കും. അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം ആൾവാർമാരും നായനാർമാരും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളതാണ്. അപ്പോൾ ആ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പിന്നെ ഒരു 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് വീരശൈവ ട്രഡീഷൻ, വീരശൈവ പ്രസ്ഥാനം. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇവിടുന്ന് 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു, വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണെന്നൊക്കെ. അത് ബസവണ്ണയാണ്. ആ ഭാഗം നല്ലപോലെ നോക്കിയിട്ടുണ്ടാകണം. വീരശൈവ പ്രസ്ഥാനത്തെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഉണ്ടാവും. പിന്നെ സൂഫിസത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സൂഫിസത്തെക്കുറിച്ച് പറയുന്ന ആ ഭാഗം നോക്കണം. അത് വല്ലപ്പോഴും ക്വസ്റ്റ്യൻ വരാം, എന്താണ് സൂഫിസം എന്നൊക്കെ 2 മാർക്കിന് ചോദിക്കുക. അതേപോലെ തന്നെ ഗാൻഗാസ് ആൻഡ് സിൽസിലാസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, ഗാൻഗകളും സിൽസിലകളും. ആ ഭാഗവും ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് സിയാറത്തും ഗവാലി. എക്സാമിന് ചോദിക്കാറുണ്ട് സിയാറത്തും ഗവാലിയും നിർവചിക്കുക, അല്ലെങ്കിൽ സിയാറത്തും ഗവാലിയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക എന്ന് 2 മാർക്കിനോ 4 മാർക്കിനോ വരാറുണ്ട്. ഇടയ്ക്ക് ഈ ഭാഗത്ത് 1 വേർഡ് ക്വസ്റ്റ്യനും വരാറുണ്ട്. അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും നോക്കിയിട്ട് പോകണം. പിന്നെ ഈ പാഠം തീരുന്നത് 6ാമത്തെ ചാപ്റ്റർ തീരുന്നത് 3 വ്യക്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അതിൽ തന്നെ ആദ്യത്തെ വ്യക്തിയാണ് കബീറിനെ കുറിച്ച് കുറിപ്പ് എഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കബീറിനെ കുറിച്ച് നല്ലപോലെ നോക്കണം. പിന്നെ ഇതാ
ബാബ ഗുരു നാനാക്കിനെ കുറിച്ചൊക്കെ ഒരു കുറിപ്പ് എഴുതാൻ ചോദിക്കാം, അത് നോക്കണം. അതേപോലെ തന്നെ നമ്മുടെ മീരാബായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മീരാബായിയെ കുറിച്ചൊരു കുറിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആ ഭാഗവും നോക്കി പോവുക. ഇനി 7ാമത്തെ ചാപ്റ്ററാണ് നോക്കാനുള്ളത്. 7ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് വിജയനഗര തലസ്ഥാന നഗരം എന്നാണ്. ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗര. ഇവിടെ ആദ്യം നോക്കേണ്ടത് എന്താണ്? കോട്ട നിർമ്മാണവും റോഡുകളും. വിജയനഗരത്തിലെ കോട്ട നിർമ്മാണത്തെക്കുറിച്ചും റോഡുകളെക്കുറിച്ചും. ഫോർട്ടിഫിക്കേഷൻ ആൻഡ് റോഡ്സ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മോഡൽ എക്സാമിന് ഇത് വന്നതാണ്, അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രാജകീയ കേന്ദ്രം, റോയൽ സെൻറ്റർ, രാജകീയ കേന്ദ്രത്തെക്കുറിച്ച് കുറിപ്പെഴുതാനൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ടോപ്പിക്കാണ് മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. മഹാനവമി ദിബ്ബയെക്കുറിച്ചൊരു കുറിപ്പെഴുതാനോ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചൊക്കെയോ 5 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ നോക്കണം. പിന്നെ പുണ്യകേന്ദ്രം അല്ലെങ്കിൽ വിശുദ്ധ കേന്ദ്രം എന്നൊക്കെ പറയുന്ന സാക്രഡ് സെൻറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗം ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവുക. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ 1 മുതൽ 7 വരെയുള്ള ചാപ്റ്റേഴ്സിൻ്റെയാണ് പറയുന്നത്. ഇനി നമുക്ക് 8 മുതൽ ബാക്കി അങ്ങോട്ട് നമുക്ക് മൊത്തം 15 പാഠങ്ങളുണ്ട്. ആ പാഠങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും.